ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കാണ്. ചോറ് വെക്കുന്നുണ്ട്, പിന്നെ ആവോലി കറി വെക്കുന്നുണ്ട്. നമ്മുടെ ആവോലി മീനിടാം. ഇതാണ് മീൻ വെട്ടിക്കൽ. ചോറ് തിളക്കുന്നു. ഇല്ല, ഇന്ന് മീൻ കറിയാക്കുന്നത് കുഞ്ഞാട്ടനാണ്. ആരെങ്കിലും വരുമ്പോൾ കുഞ്ഞാട്ടൻ്റെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് നല്ല ടയേർഡാവൂലേ, അതുകൊണ്ട്. അപ്പോൾ ഫുഡെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറിന് കറിയാക്കിയത് സാമ്പാറും മീനും അതേപോലെ അവിയലുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതൊരു ബാർബിക്യൂ ആക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇതുപോലത്തെ കുറേ സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിയറ്റ്നാമീസ് വൈകുന്നേരങ്ങളിൽ അവരെ ഫാമിലിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഡ്രിങ്ക്സും അതേപോലെ ഇത് ബാർബിക്യൂ മറ്റ് ഫുഡെല്ലാം വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഒന്നിച്ചിരുന്നിട്ട് കഴിക്കും. അതാണ് ഇവിടുത്തെ. ആദ്യം നമ്മൾ പോയത് നമ്മളെ ഗാർഡനും പരിസരമെല്ലാം ഒന്ന് നടന്നിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അതിൽ നടക്കുന്ന സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്കൂളിൽ നിന്നാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളത് കാണുമ്പോൾ അവർ ഐ ലവ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ടെല്ലാം കളിക്കുന്നുണ്ട്. പക്ഷേ ലാംഗ്വേജ് അറിയുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം. അമ്മ കാലെടുത്തുവോ? സൈഡല്ല ഇലടക്കണം. അതിന് നല്ല സുഖം നടക്കാൻ. പിന്നെ കഴിയുന്നില്ല. എടാ കൊടുത്തു. അതിങ്ങനെ തന്നെ നായി ചെമ്മരിയായിട്ടുള്ള പോലത്തെ കാപ്പി കളറല്ലേ. അങ്ങോട്ടല്ല, ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ പിടിക്കണ്ടേ കൈ ഇങ്ങനെ. അങ്ങനെയാ രണ്ട് ഭാഗത്ത് പിടിക്കാം, രണ്ട് തരത്തിലുണ്ട്. ഒന്നിങ്ങനെ ഒന്നിങ്ങനെ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിലോട്ട്, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മസ്തി. ബാബുവാ മള്ളിക്കോലോ. ആ ജിമ്മിന്റെ അവിടെ ഇല്ലത് ഇങ്ങനെയൊന്നുമല്ല, ഞാൻ കാണിക്കാൻ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് മാളിൽ പോയിട്ട് നോക്കാം.
നിങ്ങൾ മാളിൽ പോകാൻ ഇവിടെ കറങ്ങാം. ഈ എത്ര ഒരു കൊല്ലത്തിനുള്ളിൽ ആദ്യമായിട്ട് പ്രതിജ്ഞാടനയിലെല്ലാം കയറി. കുറച്ചതിൽ നടന്ന് മടുത്തോണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയാന്ന്. അങ്ങനെ ജസ്റ്റ് ഒരു ജ്യൂസ് വാങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ആ ജ്യൂസെല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ മെല്ലെ മാളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് അധികം വർത്താനം പറഞ്ഞു. അവിടെ ഇരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര സമയം വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ മാളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കുഞ്ഞാട്ടൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ കുഞ്ഞാട്ടൻ്റെ ഓഫീസെല്ലാം ഇവർക്ക് കാണിച്ചു കൊടുത്തിയാണ് ഒന്ന് ചെയ്തത്. നമ്മൾ മാളിലേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ കണ്ടത് പിന്നെ വളർത്തുമൃഗങ്ങളെ പരിചരിക്കുന്ന രീതിയിലാണ്. അതായത് കുളിപ്പിക്കുകയും ഡ്രസ്സ് ഇടിക്കുകയും പിന്നെ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതൊക്കെയാണ്. അതായത് നമ്മൾ മാളിൽ പോയിട്ട് സമയം ചെലവഴിക്കുന്നത് പോലെ ഓരോരോ ആൾക്കാരുടെയും വീട്ടിലെ വളർത്തുമൃഗങ്ങളെ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാളിൽ കൊണ്ടുവരികയും ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതും ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ മാളിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഏകദേശം നമ്മൾ നടന്നു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും കുറച്ച് ക്ഷീണം പിടിച്ചു. അങ്ങനെ എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു പിസ്സ ഹട്ടിലേക്ക് വന്നു. അപ്പം അമ്മയൊന്നും പിസ്സ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ പിസ്സ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വെജ് പിസ്സയും ഒരു ചിക്കൻ പിസ്സയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ പിസ്സ വന്നു. ഇതാണ് ഇത് ചിക്കൻ പിസ്സ, ഇത് വെജ് പിസ്സ. ഇത് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഓർഡർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സുഷി ഫുഡിൻ്റെ അടുത്തേക്കാണ്. അതായത് ജപ്പാൻ്റെ മെയിൻ ഫുഡാണ് ഈ സുഷി എന്ന് പറയുന്നത്. അത് പല കളറുകളിലും പല തരത്തിലുള്ള ചോറുകളുടെ മുകളിൽ പച്ച മത്സ്യം വെച്ചിട്ട് അത് കാണുമ്പോൾ ഇവർക്കെല്ലാം ഒരു ഇതാണ്. കാരണം നമ്മൾ പച്ച മത്സ്യമൊന്നും ഇതുവരെ തിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു വെറൈറ്റി എന്നുള്ള ഫീലിലാണുള്ളത്. പിന്നെ അത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമിൻ്റെ രൂപത്തിലായാലും അങ്ങനെ കുറേ രീതിയിൽ. ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് റെഡി ടു ഈറ്റ് ആണ്. നമുക്ക് അപ്പുറം എവിടെയെങ്കിലും പോയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ഇത് ഇവിടെ എല്ലാവരും തിന്നുന്നുണ്ട്. ഇവിടെ നിന്ന് എടുക്കുക, അപ്പുറം പോയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ നേരെ പോയത് കുറച്ച് സ്വീറ്റ്സിൻ്റെ ഏരിയയിലേക്കാണ്. അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ഫിഷിൻ്റെ ഏരിയയിലേക്കാണ്. പലതരത്തിലുള്ള ഫിഷുകൾ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം ഏതെന്നുള്ളതെല്ലാം വെറുതെ ഒന്ന് നോക്കിയും പറയുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ കുക്ക് ചെയ്യാൻ പാകത്തിൽ മസാലയും വെജിറ്റബിളും മീനും എല്ലാം ഒന്നിച്ചുള്ള ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ തരുന്നുണ്ട്. അത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ മതി. എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. അതിന് വേണ്ട മസാലകൾ അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ചില മീൻ മസാല പെരക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അത് കൊണ്ടുപോയിട്ട് നേരെ നമുക്ക് കുക്ക് ചെയ്യാം. അത് പണി കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ജസ്റ്റ് നോക്കി കണ്ട് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ പിന്നെ എന്തെങ്കിലും കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സാമ്പിൾ നമുക്ക് നോക്കാൻ തരും. അപ്പോൾ അതൊക്കെ കുടിക്കുകയാണ്. അതായത് നമ്മൾ പുറത്തുനിന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ കാണുമ്പം അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ് ഇവരുടെ ഓരോ ഫുഡും എങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്നറിയാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ അമ്മ ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞ് നിന്നു. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാമെന്ന് പറയുമ്പോൾ കുടിച്ചു. അങ്ങനെ എല്ലാവരും നടന്ന് ക്ഷീണിച്ച് വേഗം മതി. അപ്പോൾ ബാക്കി നാളെ ബാന ഹിൽസിൽ പോയിട്ട് പറയും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.